അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. കാമക്രോധാദികൾ തൻ പിടിയിലമരുമെൻ മാനസം ശോകതപ്തം കാണാൻ വെമ്പുന്നു സർവാമയ ദുരിതഹരം ത്വന്മുഖ ശ്രീവിലാസം. തേടി തേടിത്തളർന്നോ തവ മൃദുല കൃപാസ്പർശമെന്നിൽ പതിഞ്ഞോ. മാതാവേ കാത്തുരക്ഷിക്കുക, കടലിണയിൽ ക്ഷീണനായി വീണൊരെന്നെ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഷഷ്ഠസ്കന്ധം 17-ാമത്തെ അധ്യായം അവലോകനം ചെയ്തുകൊണ്ടുവരുന്നു. ഹൈഹയന്മാരാരാണ്? അവർക്ക് ആ പേര് കിട്ടാൻ എന്താണ് കാരണം? എന്ത് കർമ്മം കൊണ്ടാണ് അവർക്ക് ആ പേര് സിദ്ധിച്ചത് എന്നെല്ലാം വിശദമായി അറിയാനായിക്കൊണ്ട് ജനമേജയൻ വ്യാസനോട് ചോദിക്കുന്നു. വ്യാസൻ അതിന് മറുപടി പറയാൻ തുടങ്ങി. ഹൈഹയാനാം സമുൽപത്തിം ശൃണുഭൂവ സവിസ്തരം പുരാതനീം സുഭണ്യാം ച കഥാം പാപപ്രണാശിനീം. ഹൈഹയന്മാരുടെ ഉൽപ്പത്തി വിസ്തരിച്ചുകൊണ്ട് പറയാം, കേട്ടോളൂ. പുണ്യപ്രദവും പാപഹരവുമായ ഒരു പഴയ കഥയാണത്. ഒരിക്കൽ സുന്ദരനും അത്യന്തം തേജോമയനും സൂര്യന്റെ പുത്രനും വിഖ്യാതനുമായിട്ടുള്ള രേവന്തൻ അശ്വങ്ങളിൽ വെച്ച് അത്യുത്തമമായിട്ടുള്ള ഉച്ചൈസ്രവസിന്റെ പുറത്തു കയറി വിഷ്ണുസദനമായ വൈകുണ്ഠത്തിലേക്ക് ചെന്നു എന്ന് പറയാണ്. ഭഗവാനെ വിഷ്ണുവിനെ ദർശിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് കുതിരപ്പുറത്ത് കയറി അങ്ങോട്ട് ചെന്നത്. അപ്പോൾ ഈ രേവന്തൻ, അവന് രവിനന്ദനൻ എന്നും പേരുണ്ട്. രവി എന്ന് പറഞ്ഞാൽ സൂര്യൻ. സൂര്യന്റെ പുത്രനായതുകൊണ്ട് രവിനന്ദനൻ എന്നുള്ള പേരും ഉണ്ട്. അപ്പൊ ഈ രേവന്തൻ അഥവാ ഈ രവിനന്ദനൻ കുതിരപ്പുറത്ത് കയറി വരുന്നത് വൈകുണ്ഠത്തിലുള്ള മഹാലക്ഷ്മി കാണാനിടയായി. പാൽക്കടലിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ആ ദിവ്യ സഹോദരനെ, ഉച്ചൈസ്രവസിനെ കണ്ട ലക്ഷ്മീദേവി പണ്ട് പാലാഴി കടഞ്ഞപ്പോൾ അതിൽ നിന്നും ഉച്ചൈസ്രവസ് എന്ന വെളുത്ത കുതിര വന്നു എന്നും ആ പാലാഴി കടഞ്ഞപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് സമുദ്രപുത്രിയായിട്ട് ലക്ഷ്മീദേവി ഉത്ഭവിച്ചത് എന്നുമൊക്കെ ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലെ അഷ്ടമസ്കന്ധത്തിലെ പാലാഴി മഥനം എന്ന കഥ പറയുന്ന സമയത്ത് അഷ്ടമസ്കന്ധം 8ാം അധ്യായത്തിൽ അവിടെ തുടക്കത്തിൽ അതിൻ്റെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ സമുദ്രത്തിൽ നിന്നും വന്നവരാണ് ഈ ഉച്ചൈസ്രവസും അതേമാതിരി തന്നെ ലക്ഷ്മി ദേവിയും ചന്ദ്രനും എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരാണ് എന്നൊരു സങ്കല്പം. അതാണ് ഇവിടെ പറഞ്ഞത്. ഉച്ചൈസ്രവസ് എന്ന തൻ്റെ സഹോദരനെ കണ്ട ലക്ഷ്മീദേവി അതിൻ്റെ രൂപം കണ്ട് ആകൃഷ്ടയായി കണ്ണെടുക്കാനാവാതെ സ്തംഭിച്ചു നിന്നുപോയി. കുതിരപ്പുറത്ത് കയറി വന്ന സുന്ദരനായ രവിന്ദനെ കണ്ടിട്ട് ഭഗവാൻ വിഷ്ണു മഹാലക്ഷ്മിയോട് പ്രേമപൂർവ്വം ചോദിച്ചു, പ്രിയെ, ആരാണ് ആ കുതിരപ്പുറത്ത് കയറി വരുന്നത്? 3 ലോകത്തെയും മോഹിപ്പിക്കുന്നവനും രണ്ടാമതൊരു കാമനോ എന്ന് തോന്നുമാറ് തേജസ്വിയുമാണല്ലോ അവൻ. കുതിരയിൽ തന്നെ മനസ്സിലയിച്ച് അതിനെ നോക്കി നിന്നുപോയ ലക്ഷ്മീദേവി വീണ്ടും വീണ്ടും ഭഗവാൻ ചോദിച്ചിട്ടും വിധിനിയോഗത്താൽ എന്ന പോലെ ഒന്നും പറഞ്ഞില്ല. അവനെ തന്നെ ഇങ്ങനെ നോക്കി നിന്നു എന്ന് പറയാണ്. ആ ലക്ഷ്മീദേവി അതിമോഹിതയായിക്കൊണ്ട് അശ്വാസക്തിയും ചഞ്ചലയുമായി പരമപ്രേമത്തോടെ കുതിരയെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് മഹാവിഷ്ണു അവളോട് പറഞ്ഞു, നീ എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? കുതിരയെ കണ്ട് മോഹിതയായി
ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറയുന്നില്ലല്ലോ. എവിടെയും നിന്റെ മനസ്സ് രമിക്കുന്നത് മൂലം ഇനിമേൽ നീ രമയായി ഭവിക്കും, രമയാകും. ചഞ്ചലത്വം നിമിത്തം ചല എന്ന പേരും നിനക്കുണ്ടാവും എന്ന് മഹാവിഷ്ണു പറഞ്ഞു എന്നാണ് പറയണത്. അതുകൊണ്ടാണത്രേ രമ എന്നുള്ള പേരും ചല എന്നുള്ള പേരുമൊക്കെ ലക്ഷ്മി ദേവിക്ക് കിട്ടിയത് എന്ന് പറയുന്നത്. മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ പ്രാകൃതമായ ഒരു സ്ത്രീ ചഞ്ചലയായിരിക്കുമെന്നും നിശ്ചയമാണ്. അതുപോലെ നീയും ഒരിക്കലും സ്ഥിരയായിരിക്കില്ല. എൻ്റെ സമീപത്ത് നിന്ന് കുതിരയെ കണ്ട് മോഹിച്ചതിനാൽ ഹേ സുന്ദരി, നീ മനുഷ്യലോകത്ത് ഒരു പെൺകുതിരയായി ജനിക്കൂ എന്ന് ദേഷ്യം വന്ന മഹാവിഷ്ണു മഹാലക്ഷ്മിയെ ശപിച്ചു എന്നാണ് പറയണത്. തൻ്റെ സഹോദരനാണ് എന്നുള്ള കാരണം കൊണ്ടും ആ സൗന്ദര്യം കൊണ്ടും ലക്ഷ്മി ദേവി മതിമറന്ന് ആ അക്ഷയസ്രവസ്സിനെ നോക്കി നിന്നതാണ്. ആ കുതിരയുടെ പുറത്ത് കയറിയിട്ടാണല്ലോ ഈ രേവന്തൻ സൂര്യപുത്രൻ മഹാവിഷ്ണുവിനെ കാണാനായിട്ട് വൈകുണ്ഠത്തിലേക്ക് വന്നത്. കുതിരയെ കണ്ട് മയങ്ങി അതിനെ തന്നെ നോക്കി നിന്നു. തത്ഫലമായിട്ട് എന്തുണ്ടായി? 2 പേരുകൾ കിട്ടി, രമ എന്നും ചല എന്നും. ചഞ്ചലയാണ് എന്നുള്ളത് കൊണ്ട് ചല എന്നുള്ള പേര് കിട്ടി. രമ എന്നുള്ള പേരും മനസ്സ് രമിക്കുന്നത് മൂലം, പെട്ടെന്ന് ഏതൊരു വസ്തുവിലും രമിക്കുന്നത് മൂലം രമ എന്നുള്ള പേരും കിട്ടി. അങ്ങനെ 2 പേര് കൊടുത്തു. പേര് കിട്ടിയതിൽ വിരോധമില്ല. അപ്പം 2 പേര് കിട്ടിയാൽ നല്ലതാണ്, വിരോധമില്ല. പക്ഷെ പിന്നീട് കിട്ടിയ ശാപമാണ് പറയണത്. എന്ത്? താൻ എത്ര ചോദിച്ചിട്ടും അതിന് മറുപടി പറയാതെ ആ കുതിരയെ തന്നെ കണ്ട് രമിച്ച് അതിൽ തന്നെ നോക്കി നിന്നതുകൊണ്ട് നീ ഒരു പെൺകുതിരയായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞ് ശപിച്ചു. വിധിവശാൽ ഇങ്ങനെ ഹരിയാൽ ശപിക്കപ്പെട്ട രമാദേവി ദുഃഖിതയായി വിനയത്തോടുകൂടി ഭർത്താവായിട്ടുള്ള മഹാവിഷ്ണുവിനെ വണങ്ങിയിട്ട് പറഞ്ഞു, ഹേ ദേവദേവ, കരുണാകര, ജഗന്നാഥ, കേശവ, ഗോവിന്ദ, ചെറിയ ഒരു തെറ്റിൻ്റെ പേരിൽ എന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ഇത്ര ഭയങ്കരമായിട്ടുള്ള ഒരു ശാപം എനിക്ക് തന്നത്? അങ്ങനെ കോപിച്ചതായി ഒരിക്കലും ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എന്നിലുള്ള സ്നേഹമൊക്കെ എവിടെ പോയി? അനശ്വരമായിട്ടുള്ള എന്നിലുള്ള ആ സ്നേഹം അതിപ്പോൾ അങ്ങ് മറന്നിട്ടല്ലേ എന്നെ ശപിച്ചത്? വജ്രം പ്രയോഗിക്കേണ്ടതൊക്കെ ശത്രുക്കളിലാണ്, മിത്രങ്ങളിലല്ലല്ലോ. സദാ അങ്ങയുടെ വരത്തിന് അർഹതയായിട്ടുള്ള എന്നെ വരം തന്ന് അനുഗ്രഹിക്കാതെ എങ്ങനെ ശപിച്ചു? അങ്ങയുടെ മുമ്പിൽ വെച്ച് ഇപ്പോൾ തന്നെ ഞാൻ പ്രാണൻ വെടിയും. അങ്ങയെ കൂടാതെ വിരഹാഗ്നിയിൽ നീറി ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ഈ ഭയങ്കരമായ ശാപത്തിൽ നിന്നും എപ്പോൾ മുക്തയായി ഞാൻ സസുഖം അങ്ങയുടെ സമീപത്തെത്തും എന്നൊക്കെ ഇതാ മഹാലക്ഷ്മി മഹാവിഷ്ണുവിനോട് വിലപിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് പറയണു. മഹാലക്ഷ്മിയുടെ വാക്കുകൾ കേട്ട മഹാവിഷ്ണു പറയണു, യഥാ തേ ഭവിതാ പുത്ര പൃഥിവ്യാമൽ സമപ്രിയേ തഥാ മാം പ്രാപ്യ തന്വം ഗീ സുഖിതാത്വം ഭവിഷ്യസി. എപ്പോഴാണോ ഭൂമിയിൽ നിനക്ക് എന്നോട് തുല്യനായിട്ടുള്ള ഒരു പുത്രൻ ഉണ്ടാകുന്നത്, അപ്പോൾ നിനക്ക് ഈ ശാപമോചനമുണ്ടായി വീണ്ടും നീ എന്നിൽ തന്നെ വന്നു ചേരുമെന്ന ആ ശാപമോചനവും കൊടുത്തു. അപ്പോൾ ഭൂമിയിൽ ചെന്ന് ഒരു പെൺകുതിരയായിട്ട് ജനിക്കൂ എന്ന് ശപിച്ചു. അതിൻ്റെ ശാപമോചനം എപ്പോഴാണോ എൻ്റെ സമാനമായ എന്നോട് തുല്യനായിട്ടുള്ള ഒരു പുത്രൻ നിനക്ക് ജനിക്കുന്നത്, അപ്പോൾ നീ ശാപമുക്തിയായിട്ട് വീണ്ടും തിരിഞ്ഞ് എന്നിൽ തന്നെ എത്തിച്ചേരും എന്ന ആ ശാപമുക്തിയും കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യാസൻ ഈ 17ാമത്തെ അധ്യായം ഇവിടെ സമാപിപ്പിക്കുന്നത്. ഹൈഹയ ചരിതം നമുക്ക് വീണ്ടും തുടർന്നുകൊണ്ട് അടുത്ത അധ്യായത്തിൽ നാളെ മുതൽ പോകാം. ഇന്നെല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇവിടെ തന്നെ നിർത്തുന്നു. ഹരയേ.